അപ്പോൾ സുഹൃത്തുക്കളെ, മഴക്കാലമൊക്കെ തുടങ്ങി. നമ്മൾ വീശുവലയായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം വല വാങ്ങണം, പരിപാടികൾ തുടങ്ങണം. അപ്പം നേരെ പോയിട്ട് നമ്മൾ വല വാങ്ങിയിട്ട് വീശാനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലെല്ലാം സെയിം ഐഡിയ ആണ്, വ്ളോഗർ സിജോ എന്നാണ് പേര്. അപ്പോൾ വല വാങ്ങിയിട്ട് നമ്മൾ നേരെ വീശാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ പറയുന്നില്ല. ലൊക്കേഷൻ പറഞ്ഞാൽ ലേശം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷൻ പറയുന്നില്ല. എങ്കിലും കാണുന്നവർക്ക് അറിയാൻ പറ്റും എവിടെയാണെന്ന്, വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മുഴുവനും ആയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പനമരത്താണ് വല വാങ്ങുന്ന സ്ഥലം. അവിടെ ഇക്കാൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ നിന്ന് വലയൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. 9 മുഴത്തിലെ വലയാണ് എടുത്തത്. 5800 വെയിറ്റ്. അതൊക്കെ എടുത്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളൊന്ന് എറിഞ്ഞ് നോക്കി. അത്യാവശ്യം വിരിയുന്നുണ്ട് വല. നമ്മുടെ വക നോക്കി. ഇനി പുള്ളിക്കാരൻ്റെ വകയായിട്ടൊന്ന് കാണിച്ചു തരും. അപ്പം വീശി കൺഫേം ആക്കി അതിൻ്റെ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ വലയെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് നമ്മുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ലൊക്കേഷനിലെത്തി നമ്മൾ വല വീശാൻ തുടങ്ങി. ഫസ്റ്റത്തെ ദിവസത്തെ മഴയാണ്. അപ്പം അത്യാവശ്യം കരക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ദിവസം കാര്യമായിട്ട് മീൻ കിട്ടിയില്ല. കുറച്ച് പൊടിമീനൊക്കെ കിട്ടിയുള്ളൂ. ഒരുപാട് വല വീശുകാരുണ്ട് അവിടെ. ഇങ്ങനത്തെ മത്തിപ്പരൽ എന്ന് പറയും ഇവിടെ ഈ മീനിനെ. ഇതൊക്കെയാണ് അധികവും കിട്ടിയതെന്ന്. എല്ലാവരും വീശി വീശി ഏതാണ്ട് മടുത്ത്. വളരെ മീൻ കുറവായിരുന്നു ആദ്യത്തെ ദിവസം. അങ്ങനെ വീശി വീശി കൈയും കാലൊക്കെ വേദന പിടിച്ചിട്ട് മൂലയ്ക്ക് ഇരിക്കുകയാണ് ചായയും കുടിച്ചിട്ട്. വീശിലൊക്കെ നിർത്തി വെച്ചേക്കാണ് മീൻ കുറവായതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയ മീൻ ഇതല്ല, ഇതിന് മേലെ കിട്ടിയായിരുന്നു. ഇത് ആദ്യം കിട്ടി വീഡിയോ എടുത്ത് വെച്ചാണ്. ആദ്യ ദിവസം ഞങ്ങൾക്ക് ഒരു 1.25 കിലോ 2 കിലോ മീൻ കിട്ടി. ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. അന്ന് 9 കിലോ മീൻ കിട്ടി. അപ്പോൾ ഞാനതുകൊണ്ട് നമ്മുടെ ചെറിയൊരു അങ്ങാടിയുണ്ട്, അവിടെ കൊണ്ടുവന്ന് അതെല്ലാം സെയിലാക്കി. ഇവിടെ 180 രൂപയ്ക്കാണ് സെയിലാക്കിയത്. ഇത് അതിൻ്റെ അടുത്ത ദിവസം വന്നാണ്. അപ്പോൾ അന്ന് കെട്ടിൻ്റെ മേലെ വീശാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, വെള്ളം കുറവായതുകൊണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അത്യാവശ്യം എല്ലാവർക്കും നല്ല മീൻ കിട്ടി. അന്ന് ഏതാണ്ട് 6 കിലോളം മീൻ കിട്ടി. ഇവിടെ ഈ മീന് തോണിയാടി, തൂളി എന്നൊക്കെയാണ് പറയുക. പിന്നെ ഈ മത്തിപ്പരൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊളവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടി പോയതാണ്. അവിടെ ഈ ഒഴുക്കുവല, കൊട്ടത്തോണിയിൽ പോയിട്ട് ഒഴുക്കുവല ഒഴുക്കിയിട്ടാണ് ഈ കട്ട്ള മീനുകളൊക്കെ കിട്ടുന്നത്. ചെമ്പല്ലി ഒന്നും കണ്ടില്ല അവിടെ നിന്ന്. റോഹു കുറച്ചുണ്ടായിരുന്നു. കട്ട്ള മീൻ ഇഷ്ടം പോലെയായിരുന്നു. ഇത് ഓരോരുത്തർ പിടിച്ച് കൂട്ടിയിട്ടേക്കുന്നതാണ്, ഓരോരുത്തരുടെ വീതം. കൊളവള്ളി പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ, വെള്ളം കയറി കഴിഞ്ഞാൽ മീനിൻ്റെ ചാകരയാണ്. പക്ഷേ വീശുവലക്കാർക്ക് വളരെ കുറവാണ് മീൻ കിട്ടുന്നത് അവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.